ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വാഹനങ്ങൾക്ക് വന്നിട്ടുള്ള ഫൈന് ഓൺലൈനായിട്ട് അടക്കാമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വാഹനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫൈന് വന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് ഇതുവഴി തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പോ അതല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ച് ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫൈൻ ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് സെർച്ച് ബാറിൽ കേരള MVD ചലാൻ എന്ന് സെർച്ച് ചെയ്യുക. ശേഷം ഫസ്റ്റ് വരുന്ന ലിങ്ക് ഈ ചലാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ URL ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തും നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. ശേഷം ഈ ചലാൻ എന്നിട്ടുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 3 ഓപ്ഷനാണ് വരുന്നത്. ചലാൻ നമ്പർ അടിച്ചിട്ടും വെഹിക്കിൾ നമ്പർ അടിച്ചും DL നമ്പർ അടിച്ചിട്ടും നമുക്ക് ചലാൻ അടക്കാവുന്നതാണ്, ഫൈൻ അടക്കാവുന്നതാണ്. വെഹിക്കിൾ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേസ് നമ്പറിൻ്റെയും എൻജിൻ നമ്പറിൻ്റെയും ലാസ്റ്റ് 5 ഡിജിറ്റ് എൻ്റർ ചെയ്ത് ക്യാപ്ച കൂടെ കൊടുത്തു കഴിഞ്ഞാലാണ് ഡീറ്റെയിൽസ് കിട്ടുക. അങ്ങനെ ഒരു വെഹിക്കിൾ നമ്പർ മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എത്ര ഫൈന് നമ്മുടെ വാഹനങ്ങൾക്ക് വല്ല ഫൈനും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഞാനിവിടെ എൻ്റെ ചലാൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഫൈൻ അടക്കുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് കിടക്കുന്ന ചലാൻ നമ്പർ എന്നുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് ചലാൻ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫൈന് വന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ വെഹിക്കിൾ നമ്പർ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കൊടുത്തിട്ടുള്ള ചെസ് നമ്പറും അതേപോലെ എൻജിൻ നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് കൊടുത്ത് ക്യാപ്ച കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇവിടെ ഞാൻ ചലാൻ നമ്പറും ക്യാപ്ചയും എൻ്റർ ചെയ്തപ്പോൾ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് എനേബിളായി വന്നിട്ടുണ്ട്. എൻ്റെ ചലാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, എമൗണ്ട് കാണിക്കുന്നുണ്ട്, സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് പേ നൗ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് പേ നൗ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഫൈൻ കുറേ ദിവസം വൈകിയത് കൊണ്ട് അടക്കാൻ വൈകിയത് കൊണ്ട് അത് കോടതിയിൽ പോയി അടക്കേണ്ട ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പേ നൗ എന്നുള്ള ഓപ്ഷൻ കാണാത്തത്. ഈ പേ നൗ എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ശേഷം ഒരു OTPയും എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ മൊബൈൽ നമ്പർ നമ്മുടെ RCയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടാണ് വരിക. അവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ചോദിക്കുന്നുണ്ട്. ഞാൻ ട്രഷറി സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അത് സെലക്ട് ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എനേബിൾ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ശേഷം 3 പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇവിടെ കാണിക്കുന്നുണ്ട്. നെറ്റ് ബാങ്കിങ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ 1, പേയ്മെൻറ്റ് ഗേറ്റ്വേ 2. ഞാനിതിന് പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ 1-ൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും UPI പേയ്മെൻറ്റ് ഉപയോഗിച്ചും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ശേഷം GRN ജനറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോപ്പ് വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് OK എന്ന് കൊടുക്കുക. OK എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി വേറെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിന്ന് നമുക്ക് ഏത് മെത്തേഡാണോ പേയ്മെൻറ്റിന് യൂസ് ചെയ്യേണ്ടത് അത് തിരഞ്ഞെടുക്കാം. കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPIയോ തിരഞ്ഞെടുക്കാം. ഞാൻ UPI തിരഞ്ഞെടുക്കുന്നുണ്ട്.
അടുത്തതായി വരുന്ന വിൻഡോയിൽ നമ്മുടെ UPI ID ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ UPI ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് UPI വെരിഫൈ ചെയ്യാം. ഇപ്പോൾ എൻ്റെ UPI ID വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം പേ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഗൂഗിൾ പേയുടെ UPI ID ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഗൂഗിൾ പേ ആപ്പിൽ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. എനിക്ക് അടക്കേണ്ട ഫൈന് 500 രൂപയായിരുന്നു. അതുകൊണ്ട് 500 രൂപയുടെ ഒരു റിക്വസ്റ്റ് എൻ്റെ ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ വരും. നിങ്ങളുടെ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതേപോലെ കാണിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പേ ചെയ്യുക. പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിൻഡോ ഒന്ന് ചേഞ്ച് ആവുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാനോ റിഫ്രഷ് ചെയ്യാനോ ഒന്നും പോവരുത്. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു 5 മിനിറ്റ് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം നമ്മുടെ ആ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പം ഓട്ടോമാറ്റിക് ഈ എൻ്റെ സ്ക്രീൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതിനകത്ത് ചെലാൻ പേയ്മെൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റെസിപ്റ്റ് പ്രിൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ PDF ആയിട്ട് സൂക്ഷിക്കാം. ഒരു പ്രൂഫ് എന്ന നിലക്ക് നമ്മുടെ പക്കൽ അത് റെസിപ്റ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം. പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അത് ഉപകാരമായിട്ട് വരും. ഇതേപോലെ നമുക്ക് തന്നെ വന്നിട്ടുള്ള ഫൈൻസ് ഇതേപോലെ നമുക്ക് ഓൺലൈനായി നമുക്ക് തന്നെ അടക്കാവുന്നതാണ്.